നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു അതിഥിയാണ് ഇന്ന് JB ജംഗ്ഷനിൽ നമ്മോടൊപ്പം ചേരുന്നത്. അനുഭൂതിയുടെ അനന്യമായ തലങ്ങൾ, ഭാവതലങ്ങൾ സൃഷ്ടിച്ച മലയാളിയുടെ സ്വന്തം ഭാവഗായകൻ മറ്റാരുമല്ല, ശ്രീ P. ജയചന്ദ്രൻ. അദ്ദേഹത്തിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ, ഒരുപാട് കാലമായി ചേട്ടന് ഈ ഒരു കസേര ഇരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ട് പലരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, അത് ചേട്ടൻ്റെ മൂഡ് പോലെ ഇരിക്കുന്നു പറഞ്ഞു. എന്തായാലും അല്പം വൈകിയാണെങ്കിലും JB ജംഗ്ഷനിൽ വന്നതിന് വലിയ ഉപകാരം, നന്ദി. ഓക്കെ, രൂപത്തിലൊരു ചെറിയൊരു മാറ്റം കാണുന്നു. എന്താണ്, എന്ത് പറ്റി? ഒരു മീശ, കൊമ്പം മീശ വന്നിരിക്കണം. അത് വെറുതെ വെച്ച് വണങ്ങി വെട്ടിക്കളയാൻ ഇപ്പം തന്നെ. അയ്യോ, നിർബന്ധമൊന്നുമില്ല, വേണം നിർബന്ധമൊന്നുമില്ല, വെറുതെ വെച്ചെന്ന് മാത്രം. മീശ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ചേട്ടൻ ആരെ വേണമെങ്കിലും പേടിപ്പിക്കാവുന്നതാണ്. അതിനുള്ള ലൈസൻസ് ചേട്ടൻ തന്നെ. ഞാൻ പേടിപ്പിക്കാറൊന്നുമില്ല, മനസ്സിൽ തോന്നുന്നു വിളിച്ച് പറയുന്നത് മാത്രം. ചിലർക്ക് പേടിയായിട്ട് തോന്നും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചിലർക്ക് ചേട്ടനെ വലിയ പേടിയാണ്. അതെനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു കഴിഞ്ഞ മാസം കൊണ്ട് കോഴിക്കോട്ട് ഒരു പരിപാടിക്ക് എൻ്റെ കൂടെ ആദ്യം പാടിയ 65-ൽ എൻ്റെ കൂടെ പാടിയ കുഞ്ഞാലിമരക്കാരിലെ ഒരു പ്രേമ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ കോഴിക്കോട്ടുള്ളതാണ്. വർഷങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പ്രേമ കഴിഞ്ഞ മാസമാണ് കാണുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു മുല്ല പൂമാലയുമായി എന്ന പാട്ടാണ് ആദ്യം പാടിയത് കുഞ്ഞാലിമരക്കാരിൽ. ഞങ്ങളൊന്നിച്ച് പാടിയതാണ്. അത് ആദ്യം പാടിയ പാട്ടല്ലേ? ആദ്യത്തെ പാട്ട്. പക്ഷേ അതല്ല ആദ്യം ഇറങ്ങിയത്. അല്ല, ആദ്യം ഇറങ്ങിയത് മഞ്ഞാലിൽ. കറക്റ്റ്. അപ്പോൾ ഈ പരിപാടി ഞങ്ങൾ ഒന്നിച്ച് പാടി. പിന്നെ ശേഷം ഈ പ്രേമ കാണുന്നത്. പ്രേമ കാണുമ്പോൾ എല്ലാം രൂപമെല്ലാം മാറിയിരിക്കും. അപ്പോൾ സംസാരിച്ച് അപ്പോൾ ഞങ്ങളൊന്നിച്ച് 2 ലൈൻ പാടിയത്. പ്രേമയ്ക്ക് എന്നൊക്കെ ആ പാട്ട് കൂടുതൽ ഓർമ്മയുണ്ട്. എനിക്ക് വരികളൊന്നും ഓർമ്മയില്ല, പാടി. പക്ഷേ പ്രേമ പറഞ്ഞപ്പോൾ എന്താ, അപ്പോൾ ജയനുള്ള ഞങ്ങളൊരു എന്നൊക്കെ ഒരു പ്രായം. ജയൻ അന്ന് എനിക്ക് എപ്പോഴും ജയനെ കണ്ടാൽ പേടിയായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ട്, ഞാൻ ആരെ പേടിപ്പിക്കുന്നത് അല്ല. അങ്ങനെയാണ് എല്ലാവർക്കും ഒരു പേടിയെന്നൊരു ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പേടിക്കാനും ഞാൻ വളരെ ഒരു ഇതിട്ടുള്ള. പക്ഷേ ഈ ആവശ്യം ചേട്ടൻ വലിയ വളരെ സാധുവാണെന്നും പാവമാണെന്നും ചേട്ടനെ അറിയാവുന്നവർക്കറിയാം. പാവമൊന്നുമല്ല, ഒരു പാവം ക്രൂരനാണെന്നാണ് പറഞ്ഞത്. അല്ല അങ്ങനെ ഞാൻ വല്ല. പക്ഷേ ഈ കുറച്ച് പ്രശ്നം വെച്ചാൽ ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്നൊരു ദേഷ്യവും പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പറയും അങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഇവിടെ നോക്കും. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും കൺട്രോൾ ചെയ്ത് സംസാരിക്കും. പക്ഷേ ചില സമയത്ത് വന്ന് അതിൻ്റെ നേച്ചറാണ്, മാറാനൊന്നുമില്ല. മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അതൊക്കെ പിന്നെ ചേട്ടാ നമ്മുടെ DNA വന്ന് പെടുന്ന, അതൊന്നും ഒരു പരിധിക്കപ്പുറത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ താങ്കൾക്ക് ഈ നൈസർഗികമായ താങ്കളുടെ ഈ സ്വഭാവവും ഭാവവുമാണ് ജനങ്ങൾക്ക് ഇഷ്ടം. എന്തിനു മാറ്റം നോക്കുന്നത്? ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ നോക്കില്ല. ചിലർ പറയും ചേട്ടൻ ഈ പ്രകൃതം ഒന്ന് മാറ്റണം. അത് അവർക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ട് പറയുക. ഞാൻ അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള ദേഷ്യം വന്നാൽ വല്ലതും വിളിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ചേട്ടൻ്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ എനിക്ക് ആ സ്വഭാവം കാണേണ്ട എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അവസാന ഭാഗത്തേക്ക് പോകാം. ഞാൻ ചേട്ടനെ എൻ്റെ ഈ പരിപാടിയിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാനൊരു കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ കേരളത്തിൻ്റെ സംഗീതധാരയെക്കുറിച്ചുള്ള ഏത് ചർച്ചയും അല്ലെങ്കിൽ ഏത് സംഭാഷണവും അല്ല അഭിമുഖവും ജയേട്ടൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല, അത് അപൂർണമാണ്. അത് ഞാൻ മുഴുവൻ ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ. നമ്മൾ അന്നത്തെ ഒരു പഴയ ഒരു ആ കാലത്തുള്ള പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ പറയാം. അത് പൂർണ്ണമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് ഇപ്പോൾ അഫ്കോഴ്സ് ഈ ആ കാലത്ത് നല്ലൊരു നല്ല പാട്ട് പഴയ കാലത്ത് പാടിക്കൊണ്ട് ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട്, അത്ര പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ ഒരു പക്ഷേ മനസ്സിലുള്ള വിനയം കൊണ്ടും എളിമ കൊണ്ടും ഇത് സമ്മതിക്കാതിരിക്കുന്നോ പറയാതിരിക്കുന്നു. എളിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്ന ആളാണ്. നമ്മളാരും ഇല്ല, ഒന്നുമില്ല, നമ്മളെക്കാൾ വലിയ വലിയ ആളുകളുണ്ടെന്ന്
ഞാൻ എപ്പോഴും ഇന്നലെ കൊണ്ട് ആദ്യം ഒരു സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, സംഗീതാധ്യാപകൻ കുട്ടികൾ പറഞ്ഞുകൊണ്ട് എളിമയാണ്. താൻ ആരുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ അങ്ങനെ ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു, അല്ലാണ്ട് ചിലർക്ക് അതെല്ലാം നമുക്കറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് പഴയ വലിയ വലിയ ആൾക്കാരെ, മഹാന്മാരെ, പാട്ടുകാരുടെയോ സംഗീതജ്ഞന്മാരുടെ വിവരം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ എത്രത്തോളം എത്തി അവരെക്കാൾ എത്രയോ പിന്നിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ വളരെ പല പാട്ടും ഇപ്പം ഞങ്ങളുടെ കാറിലൊരു ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു പാട്ട് കേൾപ്പിച്ചു, ഒരു ഗസൽ, ഈ മറ്റേ ഭൂപേന്ദ്രയുടെ ഗസൽ കേട്ടു. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നി, അയ്യോ എങ്ങനത്തെ സുഖമായിട്ട് എനിക്കിങ്ങനെ പാടാൻ പറ്റും. സത്യം തോന്നി, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ഞാൻ അയാളോട് എനിക്ക് ഒന്നുകൂടെ കേൾക്കണം, അത് എനിക്കൊരു കോപ്പി തരണം. സോ അത് ഭൂപേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ അതിലും എൻ്റെ മനസ്സിലുള്ള പാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ നമുക്ക് സിനിമാ പാട്ടുകാരനായതുകൊണ്ട് അപ്പോൾ അതിനുള്ള ഈ സംഗീതം ഇപ്പോൾ ഹിന്ദു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ അത് വേറൊരു സെക്ഷൻ. സിനിമയ്ക്ക് അതിൻ്റേതായിട്ടൊരു പ്രശസ്തി കിട്ടും പലപ്പോഴും, ഒരു പോപ്പുലാരിറ്റി. അതെ, പോപ്പുലാരിറ്റി, ഗ്ലാമർ വരും. ഗ്ലാമർ മാത്രമേ ഉള്ളൂ വരുന്നത്. ഗ്ലാമർ ഉണ്ട്, പക്ഷേ അത് ചിലർ വിശ്വസിക്കും സിനിമാ പാട്ട് മാത്രമാണ് വലുതെന്ന് വെച്ചാൽ അതല്ല. തീർച്ചയായിട്ടും അല്ല. പക്ഷേ സാധാരണ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും പലപ്പോഴും സിനിമയാണ് കുറച്ചും കൂടി അടുത്തേക്കുന്നത്. ജയേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സപ്തതിയുടെ നിറവിലാണ്. കഴിഞ്ഞ മാസമായിരുന്നു. അതെ, 70 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാമെന്ന് ആൾക്കാർ പറയുന്നു. വേണമെങ്കിൽ ഈ സപ്തതിയുടെ നിറവിൽ ഇതുവരെ പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പറയാൻ വൈമുഖ്യം കാണിച്ചിരുന്ന കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ JB ജംഗ്ഷനിൽ ഇടാമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാനുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സീക്രട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. ഒരു രഹസ്യവും ഇല്ല. നിങ്ങളെ ഒരു മനുഷ്യൻ ഞാനും ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ല. വരട്ടെ ജേട്ടാ, എല്ലാവരും 25 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ജേട്ടൻ എന്തുകൊണ്ടാണ് 70 വയസ്സായി, അതുപോലെ തന്നെ 50 കൊല്ലം അടുത്ത കൊല്ലം തികയുന്നു, എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു സെലിബ്രേഷനും ജേട്ടൻ ചെയ്യാതിരിക്കുന്നത്? എന്തുകൊണ്ടാണത് മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത്? ഇൻക്ലൂഡിങ് പത്മശ്രീ എന്നുള്ളൊരു പുരസ്കാരം വരെ ജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഇതിലെല്ലാം വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഓൾ ദിസ്? 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് അംഗീകാരത്തിൻ്റെ കാര്യം, അതിലേക്ക് വരാം. 2 ഇങ്ങനെയുള്ള ഈ വഴിത്താരയിലെ ഇങ്ങനെയുള്ള നാഴികക്കല്ലുകളെ ആഘോഷിക്കേണ്ടതല്ലേ? ശരിക്കും അത് ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ എല്ലാവരുടെ മുമ്പിൽ കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് ഇയാൾ 50 കൊല്ലം പാടിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം വെച്ചാൽ എൻ്റെ ശ്രോതാക്കൾ വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവരെന്നെക്കുറിച്ച് പറയുമോ, എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയെ, ചേട്ടൻ ആ പാട്ട് എന്ത് ഗംഭീരമായിട്ട് പാടേണ്ടത് മനസ്സിൽ. ഞാൻ എപ്പോഴും ചേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കണേ, അതാണ് ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും സന്തോഷം മനസ്സിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേജിൽ എല്ലാവരുടെ മുമ്പിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് 50 കൊല്ലമായി അങ്ങനെ എനിക്കിഷ്ടമല്ല. ബെറ്റാസ് വെരി സോറി. ഞാൻ സ്വഭാവം ജയേട്ടൻ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു പക്ഷേ ജയേട്ടനോട് പ്രേക്ഷകർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിക്രിയ എന്ന നിലയിൽ അവരോടൊപ്പം ഒരു ദിവസം ഒത്തുചേരുന്നതിൽ ഒരു തകരാറുമില്ല. അതിൽ എനിക്കറിയാം ജയേട്ടൻ്റെ ഒരു സ്വഭാവം, ഞാൻ ജയേട്ടൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അല്പം വിദ്രോണാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടാണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്പം ഉൾവലിഞ്ഞ് നിൽക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. അതെ, സത്യമാണ്, കറക്റ്റാണ്. ഉൾവലിഞ്ഞ് നിൽക്കാനൊക്കെ ഇഷ്ടം. വേറെ ഒന്നുമല്ല, ഈ ആഘോഷിക്കുന്നത് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുക. ഈ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് വേണം, അങ്ങനെ ഇരുന്നിട്ട് വേണം. അതെ, അതിൻ്റെ ആവശ്യമില്ല. ഒന്നിച്ചിരുന്ന് നമുക്ക് ഒന്നിച്ച് കൂടെ ഇരുന്ന് അങ്ങനെ ആഘോഷിച്ചൂടെ? എന്തിനാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറ്റി എടുത്തിട്ട് ആഘോഷിക്കേണ്ടത്? അതാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ജയേട്ടൻ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ജയേട്ടൻ്റെ സപ്തതിയും 50 വർഷവും ഒക്കെ ഞങ്ങളിവിടെ ഈ JB ജംഗ്ഷനിൽ ആഘോഷിക്കാൻ പോവാണ്. ഈ നമ്മുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കൂടി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. ജയേട്ട, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ മനസ്സിൻ്റെ അഗാധതയിൽ കിടക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ ഈ ആഘോഷം തുടങ്ങുമ്പോൾ ഒന്ന് പാടിത്തന്നാൽ. ഇത് പാട്ടാന്ന് പറയാൻ പറ്റുമോ ബ്രിട്ടാസിനില്ല? ഇഷ്ടമുള്ള പാട്ട്, ജയേട്ടന് ഇഷ്ടമുള്ള പാട്ട്. എൻ്റെ പാട്ടാണെന്ന് നിർബന്ധമില്ല. ജയേട്ടൻ്റെ പാട്ടോ, ജയേട്ടൻ്റെ പാട്ടിലേക്കാണ് നമുക്ക് വരേണ്ടത്. പക്ഷേ ഈ ഒരു മുഹൂർത്തം ഞാൻ എപ്പോഴും എൻ്റെ പാട്ടല്ല പാടാറ്. അതായത് എൻ്റെ പാട്ട് ഞാൻ പാടാറില്ല. ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ എൻ്റെ പാട്ടല്ല പാടുക, വേറെ എല്ലാവരുടെ പാട്ടാണ്. അങ്ങനെ സ്വഭാവക്കാരനെ. അപ്പോൾ ഒരു പാട്ട്, ആ പാട്ട് പ്രത്യേകിച്ച് എൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ
ഒരു 2 മിനിറ്റ്. പക്ഷേ എനിക്കിഷ്ടം എൻ്റെ പാട്ടിനെ കുറിച്ചല്ല. ആയിക്കോട്ടെ, ജയേട്ടൻ്റെ ആഘോഷം തുടങ്ങുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ജയേട്ടന് ഇഷ്ടമുള്ള പാട്ട് ജയേട്ടൻ്റെ അല്ലെങ്കിലും പാടിക്കും. ഈ അടുത്ത കാലത്ത് ഞാനൊരു പാട്ട് കേട്ടു. ആ, അത് ഞാൻ കേൾക്കാത്ത പാട്ടായിരുന്നു, ഒരുപാട് കാലം കേട്ടിട്ടില്ല. വീട്ടി മുരളി എന്ന് പറഞ്ഞ ആ വീട്ടി മുരളി. ആ വീട്ടി മുരളി രാഘവൻ മാഷ ശിഷ്ണ, അതെ അറിയാമല്ലോ. അതെ. വീട്ടി മുരളി ഒരു ഇതിൽ പാടിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയുണ്ട്, ജയകൃഷ്ണൻ. നല്ല പാട്ടുകൾ, പഴയ നല്ല നല്ല പാട്ടുകളെ കുറിച്ച് അറിയുന്ന വെറുതെ ഇരിക്കുമ്പോൾ ജയകൃഷ്ണൻ ഈ പാടി ഒരു വിഷു പാട്ടിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജയകൃഷ്ണൻ ഇത് രാഘവൻ മാഷ പാട്ട്, മറ്റേ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി എഴുതി രാഘവൻ മാഷ് ട്യൂൺ ചെയ്ത പാട്ടാണ്. എനിക്ക് ഭയങ്കര ഒന്നുകൂടെ പാടും, എനിക്കിപ്പോൾ ഈ പാട്ട് വേണം. എവിടെ കിട്ടുക? മുരളി, വീട്ടി മുരളി പാടിയിട്ടുണ്ട്. മുരളി ഇതിനകത്ത് പാടിയ ഈ ഇതിൽ നെറ്റിൽ ഒരു പാടിയത് കേട്ടു. പക്ഷെ ആ പാട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി ഭക്തിഗാനങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹം പ്രേമഗാനം എഴുതി, ഇങ്ങനെ ഇത്ര പ്രേമഗാനം എഴുതി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു പിന്നെ രാഘവൻ മാഷ കഴിവ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഗോൾഡൻ ടച്ചാണ് അതിൻ്റെ പാട്ട്. അത്രയും ലളിതവും അത്രയും ഒരു മലയാളത്തിൻ്റെ പാട്ട്. വിഷു എന്നോ എന്താ നമ്മുടെ എന്തും ഓർമ്മ വരും. ആ പാട്ട് കേട്ടാൽ വരികളും ട്യൂണും ഹൃദ്യമാണ്, അതീവ ഹൃദ്യം. അപ്പോൾ ആ പാട്ട് തുടങ്ങാം. ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. ഇന്നും കണിക്കുന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു. ഒരുപാട് ദൂരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. ഒരു വിഷു സംക്രമ പുലരിയിൽ നീ ആരുമറിയാതെ എന്നെ വിളിച്ചുണർത്തി. കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ, കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ, എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ. ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. ഈ പാട്ടിലെന്ന് പറഞ്ഞാൽ, ഈ പാട്ടിലെ ഭംഗി എന്ന് പറഞ്ഞാൽ കണിയൊരുക്കാനായി ക്ഷണിച്ചതാനോ കാണോ, എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണ്. അതാണ് എൻ്റെ ഈ കുസൃതി എന്ന് പറയില്ലേ. ഇതാ വരുന്നു ഒരു കെണിയുടെ ഭാഗമായിട്ട്. വരട്ടെ, ആരാ സംസാരിക്കുന്നത്? പി ജയചന്ദ്രൻ എന്ന ജേട്ടനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് എനിക്കൊരു 7-8 വയസ്സ് കാണുമായിരിക്കും. ജേട്ടൻ എന്നെ കണ്ടില്ല, ഞാൻ ജേട്ടനെ കണ്ടു. അന്ന് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ ജേട്ടൻ്റെ ഒരു ഗാനമേള നടക്കുകയാണ്. അപ്പോൾ അന്ന് പാട്ട് തുടങ്ങുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീ ശബരീശ ദീനദയാലു, ആ പാട്ട് പാടിയിട്ടാണ് തുടങ്ങുന്നത്. പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഇടയിലൊരു ചെറിയൊരു സംഭാഷണം, അതായത് പാട്ടുകാരൻ വലുത് യേശുദാസ് ആയിരിക്കാം, പക്ഷെ കാണാൻ സുന്ദരൻ ജയചന്ദ്രനാണ്. പിൽക്കാലത്ത് എപ്പോഴും എന്നെ ഇത് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ജേട്ടൻ ആരാധികമാർ ധാരാളം ഉണ്ടായിരുന്നിരിക്കാം. അവർ ജേട്ടനുമായിട്ട് ഒരു പക്ഷേ നിരന്തരമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പല ശ്രമങ്ങളും നടത്തിയിരിക്കാം. ഞാൻ ജേട്ടനോട് നേരിട്ട് എന്നെ പിൽക്കാലത്ത് ചോദിച്ചിട്ടുണ്ട്, ജേട്ടന് ആരാധികമാരുണ്ടായിരുന്നു, കാമുകിമാരുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ സത്യസന്ധമായിട്ട് ഇതിന് ഉത്തരം പറയണം. അതായത് ഈ ഒരു ചോദ്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ യോഗ്യതയുള്ള, ഒരുപക്ഷെ ജയേട്ടൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന, ജയേട്ടൻ്റെ ഇളയ അനിയനായിട്ടുള്ള വേണു തന്നെ ചോദിച്ച സ്ഥിതിക്ക് ഒരുപാട് ആരാധകന്മാർ. അല്ല, ഇപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ചേട്ടനോട് കാര്യം പറഞ്ഞു, സപ്തതിയിൽ എന്തും തുറന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞു വേണമെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ കമ്പനി മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും? ഒരുപാട് ആരാധകന്മാർ വിളിക്കാറുണ്ട്, ഒരുപാട് ആരാധകന്മാർ വിളിക്കാറുണ്ട്, സത്യമാണ്. പക്ഷെ അവർ എല്ലാം കാമുകിമാരാണെന്ന് ഞാൻ പറയില്ല. കാമുകി എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എനിക്ക്, അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഒരുവിധം കാണാൻ ഭംഗിയുള്ള സ്ത്രീകളൊക്കെ എൻ്റെ കാമുകിമാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു കാമുകിയില്ലല്ലോ, നിറയെ കാമുകിമാർ. ഒരു സേഫ് പോയിന്റിലാണോ അത് വന്ന് നിൽക്കുന്നത്? എന്താ സേഫ്? അതായത് ഒരുപക്ഷെ വലിയ അപകടമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് നടത്തി
തല വലിച്ചതാണോ? അല്ലല്ല. എനിക്ക് പരം ഉണ്ടെങ്കിൽ പറയാൻ ഒരു എന്താ ആ പേടിയൊന്നുമില്ല. ആണോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇത്രേ ഉള്ളൂ. ആ പേടിയൊന്നുമില്ല. പക്ഷേ ഇല്ല എന്നുള്ള സത്യം. ഉണ്ടെങ്കിൽ പറയാൻ വിരോധമില്ല. ഇല്ല. ജയേട്ടന് ഇഷ്ടമുള്ള, ജയേട്ടൻ ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജയേട്ടന് ഇഷ്ടമുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടികളെയൊക്കെ കാമുകിമാരായിട്ട് അങ്ങോട്ട് കാണുകയാണ് എന്നല്ലേ പറഞ്ഞു? സൗന്ദര്യം അങ്ങനെ അതെ കാമുകനെ മനസ്സിൽ തോന്നാറുണ്ട് എനിക്ക്. എനിക്ക് ഇഷ്ടപ്പെടാമല്ലോ. അങ്ങനെ ഒരു പ്രണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ. കുട്ടിക്കാലം പോലെ അങ്ങനെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പണ്ട് വിഷു അമ്പലത്തിൽ വിഷു ഇതൊക്കെ പോവും. അമ്പലത്തിൽ തൊഴാൻ പോലും മാത്രമല്ല, ചെറിയ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ നോക്കുക, അതൊക്കെ ഉണ്ട്. അതെനിക്കറിയാം. ജയേട്ടൻ്റെ കൂടെ പഠിച്ചൊരാൾ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായിട്ട് ശ്രീ ജയേന്ദ്രൻ കുടൽമാണിക്യ ക്ഷേത്രത്തിൽ വരാറുണ്ട്. പക്ഷേ അത് ഭക്തിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പെൺപിള്ളേരെ വായി നോക്കാൻ വേണ്ടി വരുന്നതായിരുന്നു. ചിലപ്പോൾ അത് ശരിയായിരിക്കും, നിങ്ങളെ പോലെ തന്നെ. ഇത് അതിന് ഏറ്റവും കൂടുതൽ അസൂയപ്പെട്ടായിരുന്നല്ലോ ചേട്ടൻ ഇന്നസെന്റ്. ഇന്നസെന്റ് ഈ കസേര വന്ന് പറഞ്ഞു. അല്ല, ഇന്നസെന്റ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഞാൻ ഒരു എപ്പോഴും പറയാറുണ്ട്, ഒരു ഈ മൃദംഗക്കാരനാണല്ലോ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് മൃദംഗം വായിക്കുമ്പോൾ ഇന്നസെന്റ് ഇഷ്ടപ്പെട്ട് സംസാരിച്ച പെൺകുട്ടി പറഞ്ഞു, നിനക്ക് ജയൻകുട്ടൻ വന്നു. അന്ന് തന്നോട് എനിക്ക് തോന്നിയത് ദേഷ്യമാണെന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത്. അന്ന് തന്നെ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നസെന്റ് പറയാന്. അന്ന് അഫ്കോഴ്സ് നമ്മളിങ്ങനെ കറങ്ങാറുണ്ട്. ഇപ്പോൾ ചെറിയ ഇപ്പോൾ ആ പ്രായത്തിലൊക്കെ സ്കൂൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പല ഇഷ്ടപ്പെട്ട പല പെൺകുട്ടികളൊക്കെ വന്ന് അമ്പലത്തിൽ പോകും. അപ്പോൾ അങ്ങനെ നോക്കും. അവർ നോക്കിയില്ലെങ്കിൽ അങ്ങോട്ട് നോക്കും. നോക്കിയാൽ വളരെ സന്തോഷമായി. അങ്ങനെ ഒരു ആ കാലം ഉണ്ടായിരുന്നു. ശരിയാണ്. ജയേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ആ യൗവനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ശബ്ദത്തിൽ ആ യൗവനം നിലനിർത്തുകയാണ്. അത് ബ്രിട്ടാസ് ഞാൻ വിശ്വസിക്കുന്നത്, ഇന്നലെ പറഞ്ഞു, എൻ്റെ കൂടെ ഗുരുവായൂർ തന്ത്രി ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനാണ് സത്യം. എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരിക്കുക. എന്നെയും എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടത് എപ്പോഴും ഉണ്ടെന്ന്, എപ്പോഴും എന്നും എൻ്റെ മരണം വരെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം ഞാൻ ഭഗവാൻ എൻ്റെ ഗുരുവായൂരമ്പലം ശ്രീ വൈകുണ്ഠം അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം എന്ന് ഞാൻ പറയാം. എൻ്റെ മനസ്സിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭഗവാൻ എന്നെ ഇതുവല്ല നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ശബ്ദം ഇനിയും പതിറ്റാണ്ടുകൾ നിൽക്കട്ടെ എന്ന് ഞങ്ങളും ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ആശംസയിൽ സന്തോഷം. വളരെ വളരെ നന്ദി. പക്ഷേ ഇതേപോലെ എനിക്ക് ഏറ്റവും സന്തോഷമല്ല, പല ഈ പയ്യന്നൂർ, ചെർപ്പളശ്ശേരി അവിടെയൊക്കെ ചില പാവപ്പെട്ട ചില ഇത് പറയില്ല, ഒരു മുസ്ലിം സമുദായത്തിലുള്ള വളരെ അവർ അറബി പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഒരു മാസ്റ്ററുണ്ട്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ബഷാർ എന്നാണ് പേര്. പറയും എന്നോട് ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് മനസ്സിലതാണ്. ഇവരൊക്കെ വിളിക്കുമ്പോഴാണ് എന്താ വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, ഒരു ദേവരാം മാഷ ഒരു പാട്ടുണ്ട്, സിനിമാ പാട്ടല്ല, ഒരു പാട്ട് ഞാൻ ഇപ്പം ഓർക്കുന്നില്ല. ആ പാട്ടിൻ്റെ ലാൻഡ് ലൈൻ പാടി. അപ്പോൾ ബഷാർ എന്നോട് പറഞ്ഞു, ജയേട്ടാ, നിങ്ങളുടെ ഈ പാട്ട് അന്ധനായ ഒരു മനുഷ്യന് നിങ്ങളുടെ ശബ്ദത്തിൽ കൂടി നിങ്ങൾ പ്രകൃതിയെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. എനിക്ക് കണ്ണ് പറഞ്ഞു പോയി. ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ ഇത്രത്തോളം അയാളുടെ മനസ്സിൽ കയറിയുണ്ടോ. അയാൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരമല്ല ഇതൊക്കെ. ഇതാണ് എൻ്റെ അംഗീകാരം. ഞാൻ വിശ്വസിക്കുന്നത് പയ്യന്നൂർ ഒരു ഇക്ബാലാണ്. എന്താ ഇക്ബാല്? നല്ല ചേട്ടാ, നിങ്ങളുടെ പാട്ട് ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. അപ്പോൾ ഇക്ബാലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. മയ്യത്താ ഓളുങ്ങൾ വിളിക്കും. അത് വേറൊരു സങ്കടമായി. എൻ്റെ മരണം വരെ അവസാന ശ്വാസങ്ങളെ വിളിച്ചിരിക്കും ഞാൻ. ഇതിൽ പരം എന്താ വേണ്ട ജീവിതം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ഇത്രയും കാലം പാടിയതിലേക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. ഇക്ബാലെ, മെഷറയെ ശ്രദ്ധിക്കുക. ഇതാണ് ജയേട്ടൻ്റെ നിങ്ങളോടുള്ള ഒരു സന്ദേശം. ഒരുപക്ഷെ VKP ചോദിച്ചു, പത്മ പുരസ്കാരങ്ങളും അവാർഡുകളും ഒന്നും കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ള ബഹുമതികൾ കിട്ടാത്തതിൽ എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. ഇതാണ് പത്മ അവാർഡിനേക്കാൾ ഞാൻ ഇതിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമൻസാണ് ഇത് പറയുന്നതൊക്കെ ഇല്ലേ. പത്മ പുരസ്കാരത്തെ കുറിച്ച് എനിക്ക് വലിയൊരു വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. തീർച്ചയായും സത്യം പറയാം. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഒരു പിന്നെ ദേവരാം മാഷ് പറയാം. ദേവരാം സാർ എപ്പോഴും പറയുന്നത്, നീ ഒരു പുരസ്കാരത്തിൻ്റെ പിന്നാലെ പോകരുത്, നിനക്ക് നിൻ്റേതായ വ്യക്തിത്വം നിനക്കുണ്ട്. പത്മശ്രീ ജയേന്ദ്രൻ വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ദേവരാം സാറിന് പത്മശ്രീ കൊടുക്കാൻ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കൊരു പുരസ്കാരം വേണ്ട, ഞാൻ പരമപൂജ്യ ദേവരാജനാണ്,
അതിന് എപ്പോഴും പറയാറുണ്ട് ഒരു പുരസ്കാരത്തിനും പിന്നാലെ പോകാതിരിക്കുകയാണ് നല്ലത്. എന്നോട് എൻ്റെ ഗുരുവാണ് അദ്ദേഹം, ദേവരാം മാഷാണ് എൻ്റെ ഗുരു. സത്യം പറയാം ചേട്ടാ, അങ്ങനെയാണെങ്കിൽ പോലും താങ്കളെക്കാൾ ഒരുപക്ഷെ കലാരംഗത്ത് പിന്നിൽ നിൽക്കുന്ന പലരും ഇങ്ങനെയുള്ള അവാർഡുകൾക്കും ബഹുമതികൾക്കും പാത്രമാകുമ്പോൾ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു വിദൂരക്കോണിൽ ഇല്ല 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 അതില്ല, യാതൊരു ദുഃഖമില്ല, ഒരു വിഷമമില്ല. അതാണ് കിട്ടുക. അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യാറില്ല. പത്മശ്രീയോ ആരെങ്കിലും പറയാറുണ്ട് ചേട്ടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവാർഡ് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താ ചേട്ടൻ അവരോട് പറയുക? ഇതില്ല, അവാർഡൊന്നുമില്ല, വേണ്ട, കിട്ടില്ല, വേണ്ട വേണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് ദുഃഖമില്ല, യാതൊരു ദുഃഖമില്ല, ഇപ്പോഴും ഇല്ല. സത്യം പറയാം. ഒരുപക്ഷെ താങ്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഈ പറഞ്ഞ അതാണ് ഇക്ബാലുമാരാണ്. ബഷാറും ഇക്ബാലുമാരുമാണ് അവരുടെ. ബഷാർ എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ മാതിരി ഒരാളല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ. തൃശ്ശൂർ നമ്മുടെ വേലായുധൻ ചേട്ടൻ്റെ പാട്ടല്ലാതെ വേറൊരാളുടെ പാട്ട്. അതെ, ശരിയാ. മൂപ്പര് ഞങ്ങളിപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അറിഞ്ഞിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം തേടിപ്പിടിച്ചു വന്നു. നമസ്കാരം ചേട്ടൻ, കുറേ നാളായി കാണുമെന്ന് കരുതുന്നു. പലപ്പോഴും കാണാറുണ്ടെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിട്ട് മനസ്സിൽ വെച്ച് നടക്കുകയാണ്. ചോദിക്കാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ. അപ്പോൾ ചേട്ടൻ്റെ പാട്ട് പാടി നടക്കുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ പല പാട്ടുകളും പാടുമ്പോൾ അതിൻ്റെ പാട്ടിനകത്തുള്ള പ്ലാനുകളൊന്നും വരുന്നില്ല. പാട്ടിൻ്റെ അകത്തുള്ള പ്ലാനുകളൊന്നും ഞാൻ പാടിയിട്ട് വരുന്നില്ല. അപ്പോൾ അത് എത്ര ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ ചേട്ടനെ കണ്ട് നേരിട്ട് ചോദിക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം. ഞാനിപ്പോൾ ചോദിക്കാൻ പോവാണ്. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ, അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മനസ്സിലാവണില്ല. അത് കുറേ നാളായി ചോദിക്കുക. അതിപ്പോൾ എല്ലാ പാട്ടിലും ഉണ്ട്. മധുചന്ദ്രികയുടെ പാടുമ്പോണ്ട്, ഇന്ദുമുഖി പാടുമ്പോണ്ട്. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തുള്ളൂ, മറ്റുള്ളതൊക്കെ മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് ചോദിക്കണം എന്ന് കണക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവസരം വിനിയോഗിക്കണം. അത് ചേട്ടനൊന്ന് പാടി കേൾപ്പിച്ചാൽ സന്തോഷമായി. പാടാം. നമ്മുടെ ഇക്ബാല്, മെഷർ, വേലായുധൻ പോലുള്ള ഒരുപക്ഷെ ജയേട്ടൻ്റെ പത്മശ്രീ പുരസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പാട്ട് പാടുക. ഞാനൊരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളൊന്നാണിത്. കാരണം ബാവുക്കയുടെ, അതെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബാവുക്കയുടെ പാട്ടാണിത്. ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ബാവുക്കയെ മനസ്സിൽ ധ്യാനിച്ചാൽ പാടാറ്. ബാബുരാജിനെ, ബാവുക്ക പാടുന്ന സ്റ്റൈല്. ചേട്ടൻ്റെ ഈ പാട്ട് ഒരുപക്ഷെ 20 വർഷം മുമ്പ് 10 വർഷം മുമ്പ് പാടിയാൽ അപ്പോൾ ഉണ്ടാകുമായിരുന്ന ആ ശബ്ദവിന്യാസം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് ജയേട്ടന് സപ്തതിയും ഒരുപക്ഷെ ഈ പറഞ്ഞ ഷഷ്ടിപൂർത്തിയും സപ്തതിയൊക്കെ വന്നേക്കാം, പക്ഷേ ശബ്ദത്തിന് പ്രായമാകുന്നില്ല എന്ന് ഞാനൊന്നും ഓർക്കാറില്ല. ഇതാ ഒരാൾ പറഞ്ഞ ഒരാൾ തന്നെയാണ്, വളരെ വേണ്ടപ്പെട്ട ഒരാൾ. ഓരോരുത്തരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം അവർ. ഞാൻ അറേഞ്ച് ചെയ്തല്ലേ, ഇത് വന്നപ്പോൾ സന്ദർഭവശാൽ അദ്ദേഹത്തിന് ഇവിടെ ഇപ്പോൾ വരണമെന്ന് ആഗ്രഹം. ആരടവൻ എന്ന് പറഞ്ഞൊരു ഗാനം ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പോലും ആരിപ്പോൾ ആ പാട്ട് കേട്ടാലും ആദ്യം ആലോചിക്കുന്നത് എൻ്റെ കമ്പോസറെയല്ല, എൻ്റെ സിംഗറെയാണ് ആദ്യം എല്ലാവരും ആലോചിക്കുക. അതായത് എല്ലാവരും മനസ്സിലോട്ടും വരുന്നൊരു മുഖം ജയേട്ടൻ്റെയും വാണി ജയറാമമ്മയുടെയും ആ ഒരു പാട്ടായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അതൊരു എന്താ പറയുക, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ഓലഞ്ഞാലിക്കുരു എന്ന തന്നെ ഗാനത്തിൽ ജയേട്ടനെ പോലൊരു നമ്മുടെ എല്ലാവരെയും ഭാവഗായകനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. സോ ചേട്ടൻ എങ്ങനെയാണ് വോയിസ് ഇങ്ങനെ യങ്ങായിട്ട്, ഇപ്പോൾ പോലെ ഒരു 10-18 വയസ്സുള്ളൊരു ഹീറോ ആണ് വരുന്നതെങ്കിൽ പോലും ചേട്ടൻ്റെ വോയിസ് എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്. അത്രയും കോൺഫിഡൻസ് ആണ് എന്നെപ്പോലുള്ള കമ്പോസേഴ്സിന്. സോ അദ്ദേഹത്തിൻ്റെ ജയേട്ടൻ്റെ ഏറ്റവും എന്താ പറയുക, ഇതിൻ്റെ സീക്രട്ട് എന്താണ്, ഈ വോയിസ് ഇങ്ങനെ ഇപ്പോഴും ആ ഒരു യൂത്ത് നിലനിർത്താനുള്ള ഒരു റീസൺ എന്താണ്? എൻ്റെ ഗോപി സുന്ദരൻ, ഞാനും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ സീക്രട്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിൽ ഞാൻ അഫ്കോഴ്സ് പ്രേമം പ്രണയം എന്ന് പറയില്ല, അതിങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. വിങ്ങിക്കുക. അപ്പോൾ അത് അതല്ല, പക്ഷെ അത് ഈ പാട്ടിനകത്ത് കൂടെ ഞാനത് അപ്ലൈ ചെയ്യും. പാട്ട് വരുമ്പോൾ ഇങ്ങനൊരു പാട്ട് ഞാൻ ചോദിക്കും, ദുഃഖഗാനമാണോ പ്രണയഗാനമാണോ? പ്രണയം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ മാക്സിമം അതിനകത്തൊക്കെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ നോക്കും, ശ്രമിക്കാമെന്നല്ല ഞാൻ പഠിക്കുന്നത്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റ്, പ്രേമം അങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. വരുവാണ്
കൊണ്ടുവരണ്ട, അത് പ്രേമം വന്ന ഓവർഫ്ലോ ചെയ്യാണ്. അതൊരു ടെക്നിക്കാണ് ചിത്രത്തിൽ. പഠിക്കോ ചേട്ടാ? ടെക്നിക്ക്, അതായത് ഒരു ടെക്നിക്കാണ്. അപ്പോൾ എൻ്റെ അനിയൻ ചോദിച്ചു ദുബായിൽ, എടോ താൻ ഇത് വല്ലാണ്ടൊരു ആർട്ടിഫിഷ്യലിലൊക്കെ കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞു അത് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടാ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ ചേട്ടാ. അപ്പോൾ ശരി, അങ്ങനെ റൊമാൻറ്റിക് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ, അത് രക്ഷപ്പെട്ടു, എന്തോ ഭാഗ്യം കൊണ്ട്. നിങ്ങളെങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ട് പറഞ്ഞു? ഞാൻ പറഞ്ഞു ചെറുപ്പമായതുകൊണ്ട്. ആരാ എനിക്ക് വയസ്സായെന്ന് പറഞ്ഞേ? മനസ്സിൻ്റെ ആണ്. അതാ കറക്റ്റ്, അതാണ് മനസ്സിൻ്റെ അവസ്ഥ. അതാണ് കറക്റ്റ്. ചേട്ടാ ആ പാട്ടൊന്നും പഠിക്കുന്നില്ല, അത് നമ്മുടെ എന്നൊക്കെ ചില പറയില്ലേ, അങ്ങനെ ടെക്നിക്ക് അടിച്ചു നോക്കിയതാ, അങ്ങനെ ഏറ്റു ഇത്ര പറഞ്ഞാൽ. കൂട്ട് കൂട്ട് ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി എന്നൊരു കുഴപ്പമില്ല. പക്ഷെ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റ് അങ്ങനെയൊക്കെ ചുമ്മാ ഒരു കാറ്റ് വരുത്തി നോക്കി, അത് രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യം കൊണ്ട്. ഒരു പക്ഷേ ജയേട്ടൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ള ഇമ്പ്രവൈസേഷനാണ്. അത് ചില ആൾക്കാർ ഇമ്പ്രവൈസ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഗാനത്തിൻ്റെ സൗരഭ്യം വേണേൽ പോയേക്കാം. പക്ഷേ ജയേട്ടൻ്റെ പല ഇമ്പ്രവൈസേഷൻ ഇതുപോലെ. അത് ഗോപി തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഗോപി പാടുന്ന ഞാൻ ചെറുതായിട്ട് എൻ്റേതായിട്ടുള്ള ചേർത്തോട്ടെ, അത് ചേട്ടൻ ഇഷ്ടംപോലെ ചേർത്തു, ചേട്ടൻ്റെ എക്സ്പ്രഷൻ ചേർത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അല്ലാതെ ഇപ്പോൾ ഗോപി പറഞ്ഞത് വളരെ പ്ലെയിനായിട്ട് പറഞ്ഞു തന്നു, ഞാൻ അങ്ങനെ പാടിയെന്ന് മാത്രമല്ലോ. അതല്ലല്ലോ, നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ? കറക്റ്റ് പാട്ട്. അതുകൊണ്ടാണ് ഗോപി പറഞ്ഞ അങ്ങനെ കുറച്ചുകൂടെ. അതൊരു ടീനേജർ നായകനാകുന്ന രംഗത്തിലാണ് ഈ പാട്ട് വരുന്നത്. എനിക്ക് ആരാ നായന ഒന്നും അറിയില്ല എൻ്റെ. പക്ഷെ അത് രണ്ട് സിങ്ക് ചെയ്ത് പോയി ജയേട്ടാ. ഞാൻ അതുപോയി അതെ, ആരാ നായകൻ നമ്മൾ നോക്കാറില്ലേ പണ്ട്. അത് ദേവരാമ്മ സാറൊക്കെ പറയും, നീ പ്രേംനസീറാണോ സത്യനാണോ അത് വേണമെന്ന് നോക്കണ്ട, നമ്മളങ്ങ് പാടും. പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് കാണാം. ശരി, ഞാൻ പിന്നെ സിനിമയൊന്നും കാണാറില്ല. സിനിമ കാണാറില്ല? ആ പ്രശ്നമുണ്ട്. സിനിമ അഭിനയം നിർത്തിയപ്പം വേണ്ടെന്ന് വെച്ചതാണോ? അങ്ങനെയല്ല, എനിക്ക് 3 മണിക്കൂർ അവിടെ പോയി ഇരിക്കാനുള്ളൊരിതില്ല. എന്നാൽ റെസ്റ്റ്ലെസ് അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കസ കുറേ അങ്ങനെ പോകണം, ഇങ്ങനെയാണ്. പിന്നെ ഒരാൾ തന്നെ ഇങ്ങനെ ഒരേ മോന്ത ഇങ്ങനെ കണ്ട് കുറേ കഴിയുമ്പോൾ ദേഷ്യം വേണ്ട പോവാ. എനിക്ക് ഞാൻ പോകാറുണ്ട്, ഇരിക്കാറില്ല. 8 കൊല്ലം 10-15 കൊല്ലമൊക്കെ എൻ്റെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഭിനയിച്ച പടത്തിന് തന്നെ കൊണ്ടുപോയി. ഒരു എന്താ നമ്മുടെ VKPയുടെ പടം, VKP പറഞ്ഞിട്ട് നിർബന്ധിച്ച് അഭിനയിച്ചത്. അപ്പോൾ അതിനകത്ത് വേണ്ടി അപ്പം ഞാൻ കാണാൻ പോയില്ല. അപ്പം എൻ്റെ മകൻ മദ്രാസിൽ അമ്മ വച്ചാൽ നമുക്ക് നമ്മുടെ പടം റിലീസിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനില്ലടാ, അല്ല പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ നോക്കുമ്പോൾ ടിക്കറ്റൊന്നുമില്ല, മുമ്പിൽ തറക്ലാസ് എന്ന് പറയില്ല, നമ്മുടെ നേരെ മുമ്പിൽ അവിടെ പോയിരുന്നിട്ട് അങ്ങനെ കണ്ടേ. നായകനായിട്ട് പോലും അഭിനയിച്ച ഒരാളാണ് ഈ ഗായകൻ. നായകനായിട്ട് അഭിനയിച്ചത് പരാജയപ്പെട്ടു പോയി. ഒരു എന്താണ് എന്താ കൃഷ്ണപ്പരുന്ത് മഹാബോറായിരുന്നത്. അത് ഒരാഴ്ച കൂടെ ഓടിയില്ല, ഒരു 2 ഷോ ആയിട്ട് ഓടിയുള്ളൂ. അത്ര നല്ല പടമായിരുന്നത്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ഒരു റോളാണെന്നുള്ളത്. ഒരു നടി അംബികയുടെ കൊടുത്ത് പ്രേമരംഗ അഭിനയിക്കലൊക്കെ ആകെ പേടിപ്പോയി. അംബികയ്ക്കും ഒരു ആദ്യത്തെ ഇതാണ്. എനിക്കും അങ്ങനെ ഒരു ക്ലോസ് ആയിട്ട് അഭിനയിക്കാൻ മതി. രണ്ടുപേരും ഇങ്ങനെ വില്ല് നിൽക്കണ അഭിനയിക്കണേ, ചേരുന്നില്ല. ചേട്ടനൊന്നും മസിൽ പിടിച്ചു തിന്നോ? മസിൽ പിടിച്ചില്ല, രണ്ടുപേർക്കും ഒരു എന്തൊരു. അപ്പോൾ അതിൻ്റെ അർത്ഥം കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടില്ല. എന്ത് വർക്കൗട്ട് ആയിട്ടില്ല, എന്താ വർക്കൗട്ടാണ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സംഗതി ശരിയായില്ല. അത്രേ ഉള്ളൂ സംഭവം മോശമായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ ഭാര്യ ഇനി ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞു. അഭിനയം അവർ മാത്രമല്ല, എനിക്കൊന്ന് ദേവരാജൻ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. മാഷോട് പറഞ്ഞില്ലേ, മാഷ് പറഞ്ഞ എന്നെ ചീത്ത പറഞ്ഞു, നിനക്ക് വേറെ വല്ല പണിയൊന്നുമില്ലടാ അഭിനയിക്കുന്ന പറയും. അതായത് ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അഭിനയം അതും തുടങ്ങിയത്. ഇല്ല സാർ, ചെറിയൊരു ശരി അതൊന്നും വേണ്ടടാ. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിൽ അത് കുറച്ച് ഒരു പാട്ടിൻ്റെ മാത്രമേ സീനുള്ളൂ. പാട്ടിന് മാത്രമേ അത്രേ ഉള്ളൂ ഉള്ളി സോങ് സീക്വൻസ്. പക്ഷേ ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറയാം, ചേട്ടൻ്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നക്ഷതങ്ങൾ, അത് പിന്നെ അത് വേറെ കാര്യം പറയാം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് പിടിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട്. എൻ്റെ ഇപ്പോൾ വാസുവേട്ടൻ MT വാസുന്നല്ലേ, വാസുവേട്ടൻ പറഞ്ഞ തൻ്റെ കൈവശം ക്യാരക്ടർ അറിഞ്ഞുകൊണ്ട് എഴുതിയത് തന്നെ-കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു ഒരു പക്ഷേ ചേട്ടൻ അറിയാതൊരു വാസ്തവം പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയാം, ചേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അനാട്ടമി നടത്തിയ ഒരാൾ, അങ്ങനെ പല ആൾക്കാരുണ്ട്. ചേട്ടൻ അറിയാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഖ്ബാൽ എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ചേട്ടൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കയറിപ്പായുന്നുണ്ട്. കയറിപ്പായുമ്പോൾ കീറിപ്പായുകയും ചെയ്യുന്നുണ്ട്. അതിലൊരാൾ പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മഹാഭാവഗായകൻ്റെ ഒരു പ്രത്യേകത, ചില സമയത്ത് പൂരാകൃതി ഉഴപ്പാണ്. ശരിയാ, സത്യമാണ്. ചെറിയ ഒരു ഉഴപ്പനാണ്. കൈയടിക്കാൻ എനിക്ക് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് ഉഴപ്പനാണ്.
ശരിയാ അത് കറക്റ്റാണ്. 2 ചിലപ്പോൾ ആഗ്രഹങ്ങളേ ഇല്ല. അതെ, ഒന്നും വേണ്ട, അങ്ങ് കിടന്നേക്കാൻ കുറച്ച് നേരം, വേണമെങ്കിൽ നിരത്തം കിടന്നേക്കുവാണ് കുറച്ച് ദിവസം. ഒരു ലക്ഷ്യങ്ങളില്ല അധികം, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സന്തോഷം. കറക്റ്റ്, അത് തന്നെ കറക്റ്റ്, 100% കറക്റ്റാണ്. അത് തന്നെ, ഇങ്ങനെയാണ് പോയാൽ മതി, ഇങ്ങനെ പോവുക. 4 നല്ല കമ്പനി കിട്ടിയാൽ ജയേട്ടൻ്റെ അത്രയും സരസനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പനി കൂടാൻ പറ്റിയ ആളും ഉണ്ടാവില്ല. അതും ശരിയാണ്. പക്ഷേ സരസന ഞാൻ വലിയ സരസനാന്ന് ഞാൻ തന്നെ പറയാൻ പാടുണ്ടോ? ഞാൻ പറയാണ്, വല്ലവരല്ലേ പറയണ്ടേ? ഞാൻ പറയാണ്. സരസനാന്ന് പിന്നെ അവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും അത് ചെയ്യാം, അവിടെ ഉണ്ടാവും. തമാശയൊക്കെ പറയാൻ വലിയ ഇഷ്ടമാണ്. അതെ, അതെ. ഇതാണ് നമ്മുടെ ഭാവഗായകൻ CP ജയേന്ദ്രൻ. അതിൻ്റെ അർത്ഥം മലയാള പരിഭാഷ. ഞാൻ ഭാവഗായകനല്ല, പാവഗായകൻ. അതിൻ്റെ അർത്ഥം ഈ യുവഗായകൻ ഒരു നല്ല പച്ചയായ മനുഷ്യനാണെന്നാണ്. ചേട്ടാ തടി കുറച്ച് ഒരുപക്ഷെ ആൾക്കാർ ചെറുപ്പമുള്ള ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, യുവാവാണെന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ അതിലേക്ക് ആ ഒരു ന്യൂ ജനറേഷൻ മോഡലിലേക്ക് കുറച്ച് യങ്ങായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ലുക്കായിക്കോട്ടെ എന്ന് വെച്ചാൽ. മാത്രമല്ല ഷർട്ട് പോലും ഒരുപക്ഷെ അതിപ്പോൾ എൻ്റെ കൂട്ടുകാരെടുക്കുന്നതാണ്, ഞാൻ എടുത്തതല്ല. ഇപ്പം എന്ത് ഷർട്ട് ഇട്ടാലും ചിലപ്പോൾ ഷർട്ട് ഇടാണ്ട് വന്നിരുന്നു വരും, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും. ചേട്ടൻ സിനിമകളിലൊക്കെ വല്ല ആ രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, ഇപ്പം തന്നപ്പോൾ അയാൾ തന്നപ്പോൾ ശരി ഇത് എന്താ കാരണം അറിയാം, ഈ ഓലഞ്ഞാലിയൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴല്ലോ ഒരുപാട് ആൾക്കാർക്ക്, ഞാനിപ്പോൾ ഗോപിയുടെ കാര്യം മാത്രമല്ല, ഈ ഓലഞ്ഞാലിക്ക് മുമ്പ് ഒരു നല്ലൊരു പാട്ട് കൂടെ ഉണ്ട്, അത് നല്ല ഇല്ലാത്താലും ഇയാൾ നമ്മുടെ അഫ്സൽ മ്യൂസിക്, ബ്യൂട്ടിഫുൾ സോങ്. അഫ്സൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നനുത്ത സ്പർശം പോലെ. അതെ ഇത് നല്ല പാട്ടാണ്. പക്ഷേ ഇത് ഈ പാട്ടിന് ഭാഗ്യം, ഈ പാട്ടിനെ കിടക്കുന്നത് ലക്ക്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഓലാഞ്ചാലിൻ്റെ മുകളിൽ ചില ആൾക്കാർ ഭാഗ്യമില്ല, അതിന് ഗോപിയുടെ ഭാഗ്യം. ചില ആൾക്കാർ ഒരുപക്ഷെ ഒരുപാട് സ്മരണകളുള്ള ആൾക്കാർ പോലും ആ പാട്ടിൽ കയറി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. തീർച്ചയായും ഞാൻ ഒരാളെ കൊണ്ടുവരാം ഊഞ്ഞാലാടുന്ന വേറൊരാളെ. It's my pleasure to talk about Jayachandran ji. He's a wonderful artist with a crystal clear voice and an impeccable diction in all South Indian languages. We have sung umpteen number of duets which have become extremely popular, and they are huge hits in Tamil, Kannada and Malayalam, including the latest one from the film 1983, ഓലഞ്ഞാലിൻ കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. My husband and I discovered his terrific sense of humor during our Gulf tour of 8 concerts. He is a great mimic too. A very nice person to work with. ചേട്ടാ ഇത് പുതിയ അറിവുകളാണല്ലോ, നല്ലൊരു മിമിക്രി താരം കൂടിയാണെന്ന്. അപ്പം ഞാൻ വായത്തൊന്ന് കണ്ണുകണ്ടൊക്കെ കാണിക്കേ, അപ്പോൾ അവർക്ക് ഇഷ്ടവും. ആരെങ്കിലും അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലരൊക്കെ. ചേട്ടൻ ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോയാൽ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കട്ടെ ചേട്ടാ. ഇപ്പോഴല്ല, അത് പിന്നെ കാണിച്ചു തരാം ഒറ്റയ്ക്ക്. വാണിജ്യ അപ്പോൾ ഞാൻ സന്തോഷം, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, അത് വാണിജ്യ ഇതിനകത്ത് വരുന്ന എക്സ്പെക്റ്റ് ചെയ്തില്ല. സത്യം ഗംഭീരം. ഞങ്ങൾ ഒന്നിച്ച് പാടിയത് ആരോ അങ്ങോട്ട് പറഞ്ഞു, ഈ പാട്ട് ഹിറ്റാവാൻ കാരണം ജയേട്ടൻ ഈ വാണി ജയറാമിന് അല്ലാതെ വേറൊരു പാട്ടുകാരിയെ വായിച്ച പാട്ട് ഹിറ്റാവില്ലായിരുന്നു. സത്യമാണ്. പക്ഷേ ഞങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയുണ്ട്. അല്ല, വാണിജി എനിക്ക് വളരെ സന്തോഷമായി, അവരാണ് കൂടെ പാടിയെന്ന് പറയുന്നത്. നമ്മൾ പഴയ പഴയ പല പാട്ടുകളും ഒരുപാട് തമിഴ്, തെലുങ്ക്, കന്നഡ, ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ്. ആ കാലത്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ പാട്ടുകളെല്ലാം നല്ലതാണ്. ഒരു പാട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല, നല്ല ഗ്രേറ്റ് കമ്പോസേഴ്സ്. ഇപ്പോൾ കന്നഡത്തിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ട് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു പക്ഷേ വാണിജി നമ്മളോട് പറഞ്ഞു ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ജയേട്ടനോട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടി ഏതെങ്കിലും പാട്ട് ഒന്ന് സ്മരിക്കാൻ, രണ്ടുപേരും മൂന്ന് ഒരുപാടുണ്ട്. ഇപ്പോൾ തമിഴിലാണെങ്കിൽ